അപ്പോൾ ഇന്നൊരു കുറച്ച് എന്താ പറയുക, ഒരു മിസ്റ്റും അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്ലിംഗ് ഒക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ദിവസം അല്ലെങ്കിൽ അത്ര നല്ല സണ്ണൊക്കെ ഉള്ള ദിവസമൊന്നുമല്ല. പക്ഷേ എങ്കിൽ കൂടിയും പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹൗത്തിലേക്ക് തന്നെയാണ്. ഹൗത്തിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. ഒന്ന് രണ്ട് ബീച്ചസ് ഉണ്ട് അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങാൻ പോണത്. രാവിലെ കപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടിയൊക്കെ പിടിച്ച് ഇത് ട്രെയിനാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ പോകാറുള്ള നമ്മുടെ എന്താ പറയുക, ഹോമസ് ടൗണിൽ നിന്ന് തന്നെ ട്രെയിൻ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പം എന്തായാലും ലീവാണല്ലോ, അപ്പം അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണ ഹൗത്തിലേക്കാണ്. ദിസ് ഈസ് ജസ്റ്റൻ ലോയ്സ് ഫ്രം ഡബ്ലിൻ മല്ലു വേൾഡ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, പറ്റുമ്പോഴൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ പോകാൻ പോകുന്ന ഹൗത്തിലേക്കാണ്. ഹൗത്തിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും പോകുന്നത് നമ്മുടെ ഹാമസ് ടൗണിൽ നിന്നാണ് കേട്ടോ ഈ പ്രാവശ്യം ട്രെയിൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമസ് ടൗൺ സ്റ്റേഷൻ. അപ്പം ട്രെയിൻ പിടിക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നാണ്. അപ്പം ഈ വരുന്ന ട്രെയിൻ നമ്മുടെ ട്രെയിനല്ല, ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ പിടിക്കേണ്ടത്. ട്രെയിനൊക്കെ പിടിച്ച് കഴിഞ്ഞ് സിറ്റിയിലേക്ക് എത്തി കേട്ടോ. സിറ്റിയിലെത്തി ആ ട്രെയിൻ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് കനാലി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് കിട്ടി, പ്ലാറ്റ്ഫോം നമ്പർ 6 നിന്ന് ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് നമുക്ക് അനൗൺസ്മെൻറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ഇൻ്റർചേഞ്ച് പ്ലാറ്റ്ഫോം 5 നിന്ന് 6 ഇറങ്ങി അണ്ടർഗ്രൗണ്ട് വഴി ഇറങ്ങിയിട്ട് മേലേക്ക് കയറി പോകുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ആദ്യത്തെ സ്റ്റേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. വളരെ വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ, നല്ല വലുപ്പമുള്ളൊരു അടിപൊളി സ്റ്റേഷനാണ്. അപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. ആ ഒരു സൈഡ് സീറ്റ് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. എല്ലാം കണ്ടു കേട്ട് പോകുമ്പോൾ അതിന് സൈഡ് സ്റ്റേഷൻ കിട്ടി. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. പക്ഷേ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ആദ്യം കണ്ടതുപോലെയല്ല, കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ കുറേ റൈഡ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വലത് സൈഡിലേക്ക് പോകുന്നത്. ബട്ട് നമുക്ക് പോകാനുള്ള ഇടത് സൈഡിലേക്കാണ്, ഞാനത് പറയുന്നുണ്ട്. അപ്പം ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ അങ്ങ് മാറി കേട്ടോ. ഞാൻ പോകുന്ന രീതിയിലല്ല, കാലാവസ്ഥയൊക്കെ മാറി, വെയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സന്തോഷം തോന്നി അത് കണ്ടപ്പം. കാരണം നമുക്ക് യാത്ര കുറച്ചും കൂടെ സുഖമാവില്ലേ വെയിലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഹൗത്തിന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ ട്രെയിനിൻ്റെ പാളത്തിനൊക്കെ എന്തൊക്കെ പ്രശ്നം കാരണം ട്രെയിനൊന്നും ഇല്ല അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയല്ല, നമ്മളിതിന് മുന്നേ വന്നിട്ടുള്ള ഡൺലേരി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അന്ന് വന്ന സമയത്ത് കുറേ ഭാഗങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ ഭാഗങ്ങൾ നമ്മൾ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി, ഇവിടെ കുറേ നല്ല റൈഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുന്നത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മുന്നേ വന്നിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ വന്ന് പലപ്പോഴും വീഡിയോ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വന്ന് കണ്ടുപോയ ഇടം തന്നെയാണ്. പക്ഷേ ഈ ഒരു രംഗം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ ഇറങ്ങിയത് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ലോങ് പയറുണ്ട് ആ ഒരു അപ്പർ സൈഡിൽ, അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് കാഴ്ചകളിലേക്ക് കയറാം. ഇപ്പം ഞാൻ അന്ന് കാണിച്ചതുപോലെ ഉള്ള അതേ സ്ഥലം തന്നെയാണ്, മീൻസ് ഡൺലേരി നമ്മൾ വന്ന് കണ്ടുപോയ സ്ഥലമാണ്. പക്ഷേ കുറേയും കൂടെ നമ്മൾ ഡിഫറൻസ് വന്നിട്ട് നമ്മളിവിടെ കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബോട്ട്സ് ഒക്കെ ഉണ്ട്, നല്ല കാണിച്ചു തരാം, നല്ല രീതിയിൽ കാണിച്ചു തരാം. സോ നമ്മളന്ന് വന്ന് കയറിയ ഒരു കടലിൻ്റെ തീരത്തുള്ള ആ ഒരു എൻട്രൻസാണിത്. അന്ന് വന്നപ്പോൾ കുറേ ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹാർബറിൻ്റെ അടുത്ത് നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. സിറ്റി ഏരിയയിലേക്ക് നിന്ന് കാഴ്ചകളാണ്. അതോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഇഷ്ടംപോലെ യാർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഡൺലേരിയുടെ ഈ ഭാഗം.
ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡൺലേരിയുടെ മെയിൻ ലൊക്കേഷനായിട്ടുള്ള ആ ഒരു എന്താ പറയുക കടലിൻ്റെ തീരത്തുള്ള ആ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ മുന്നേ നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇന്ന് ഇവിടെ കിഡ്സിനൊക്കെയുള്ള കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിറ്റിയുടെ ആ ഒരു ഭാഗമാണ് പുറകിൽ കാണുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് ബോട്ട്സുണ്ട്, കുറേ റൈഡ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തന്നെയാണ് ഇപ്പോൾ വരാൻ പറ്റിയ നല്ല കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് വീക്കെൻഡിലായിരിക്കും കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് തോന്നുന്നു. സോ വെള്ള ഫെസ്റ്റിവലിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്തായിരിക്കാം ഇത്. കുറേ കണ്ടിട്ടില്ല ഇതിന് മുന്നേ, ആദ്യമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിട്ടില്ല. മൗത്തിൽ ഇതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പക്ഷേ ഇങ്ങോട്ട് വന്നാൽ എന്തായാലും നന്നായി കുറേ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റി. അപ്പം നമ്മളിപ്പോൾ കുറേ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടത് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദൂരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പിയറുണ്ട്. ആ പിയറിൽ കൂടെ നടന്ന് അങ്ങനെ കുറേ ദൂരം പോകാൻ പറ്റും. ആ ഒരു സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോകാനായിട്ട്. കുറച്ചും കൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അവിടെ ചെല്ലുന്ന സമയങ്ങളിൽ. ഓക്കെ, നല്ല കാറ്റാണ് കേട്ടോ ഇങ്ങോട്ട്, ഭയങ്കര കാറ്റാണ്. നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ടോ പോലും അറിയത്തില്ല, അത്രയും ഭയങ്കര കാറ്റാണ്. അപ്പം ഞാനിപ്പം കടലിൻ്റെ അങ്ങോട്ടുള്ള ഭാഗത്താണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സിറ്റി ഭാഗം. ഞാൻ ആദ്യം കാണിച്ചു തന്നതുപോലെ സിറ്റിയുടെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ വലിയ ഒരു വീലൊക്കെ ഉണ്ട്, അതുപോലെ ബോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയാണ്. നമുക്കിതിൻ്റെ കാഴ്ചകളിലേക്ക് ഉടനെ തന്നെ പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുറകിൽ കാണാവുന്ന പോലെ ഇവിടെ ഒരു ട്രെയിനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു എല്ലാ കാര്യങ്ങളും തന്നെ. റൈഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് പ്രവർത്തിക്കുന്ന സമയമല്ല. അപ്പം വീക്കെൻഡ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീക്കെൻഡ്സിലൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡൺലേരിയിൽ നിന്ന് വരാൻ പറ്റിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റി. പൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയ നമ്മുടെ ഡൺലേരി സ്റ്റേഷനിൽ നിന്ന് ഇടത് സൈഡിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ ഈ യാട്ടിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, അത് പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ കടലിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് പിയറിലേക്ക് പോകാനുള്ള ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തോടെ നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പിയർ കാണുന്നത്. നമുക്കറിയാം അതൊരു ലോങ് സ്ട്രെച്ചാണ് ആക്ച്വലി, കുറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ തൊട്ടടുത്തൂടെയാണ് നമ്മുടെ ഡൺലേരിക്ക് വരുന്ന ട്രെയിൻ, സിറ്റിയിൽ നിന്ന് വരുന്ന ട്രെയിൻ കടന്നു പോകുന്ന ട്രെയിൻ പോലത്തെ ട്രെയിനിലാണ് നമ്മൾ വന്നിറങ്ങിയത് കേട്ടോ. അപ്പോൾ വലത് സൈഡിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ ബോട്ട്സുകളൊക്കെ നമുക്ക് കാണാനുണ്ട് അല്ലേ, കുറേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ, യാട്ടുകളൊക്കെ നമുക്ക് കാണാനുണ്ട്. ഇത് വേറൊരു ഏരിയ ആണ് ആക്ച്വലി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഡൺലേരിയിൽ പോകാത്ത ആ ഒരു പ്ലേസിലേക്കുള്ളതാണ് ഭയങ്കര കാറ്റാണ്. ഇത്രയും മണ്ണുണ്ടായിട്ട് പോലെ എന്നെ പറപ്പിച്ചുകൊണ്ട് പോവാണ്. എനിക്ക് കുറച്ച് റഫാന്ന് തോന്നി. ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റുമാണ്. ഇന്ന് എന്താ പറയുക, ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ് കേട്ടോ. പക്ഷേ ഒരുപാട് ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാനിവിടെ. അപ്പം ഈ ഒരു ഭാഗമാണ് ഞാൻ അന്ന് ഡൺലേരിയിൽ വന്ന സമയത്ത് മിസ് ഔട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വന്ന് കണ്ടു പോവാം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും. പക്ഷേ നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ സ്വരമൊക്കെ മാറി കഴിഞ്ഞു ഓൾറെഡി, എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പിയറിലേക്ക് നമ്മൾ നടന്നു പോകുന്നത്. ഇവിടെ ഒരു ഐറിഷ് നാഷണൽ സെയിലിംഗ് സ്കൂളൊക്കെ ഉണ്ട്, സെയിലിംഗ് പഠിപ്പിക്കുന്ന സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ കാണുന്ന ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ കുറേ പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിള്ളേർ. അപ്പോൾ ഈ ഭാഗത്തോടെയാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. ഇവിടെ തൊട്ടാണ് നമ്മുടെ ആ പിയർ തുടങ്ങുന്നത് കേട്ടോ. ഒരു കുറച്ച് വലിയ ലോങ് സ്ട്രെച്ചായിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ബേർഡ് വാച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള ബേർഡുകളൊക്കെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ലുക്കാണ് കേട്ടോ. ഇവിടെ നല്ല സണ്ണുണ്ട്, പക്ഷെ ഞാൻ വന്നപ്പോൾ കാറ്റ് അടിക്കുന്ന ഡയറക്ഷനിലൂടെയല്ല നടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കണ്ണിലേക്ക് അടിച്ചിട്ട് ഭയങ്കര വെള്ളം വരലായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ലുക്ക്. കണ്ടില്ലേ, നല്ലൊരു രസമാണ് കാണാൻ. ഇതും
വലിയൊരു സ്ട്രെച്ചാണ്, കുറേ നടക്കാനുണ്ട് ഇപ്പം അങ്ങോട്ട്. മൊത്തം നടക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും നമുക്ക് കുറച്ചൊന്ന് പോയി നോക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സ്ട്രെച്ചാണ് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ട്. അങ്ങേറ്റം വരെ നടന്നു പോവാം ഈ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കടലിൽ നിന്നുള്ള തണുത്ത കാറ്റ് കാരണം സംസാരിക്കാൻ പോലും പറ്റത്തില്ല, അത്രയും നല്ല തണുപ്പാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ സമയത്തൊക്കെ വന്ന് കാണാൻ സാധിക്കത്തുള്ളൂ. ഫ്രീ ടൈം ഉള്ളപ്പോൾ നമ്മൾ വന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ പ്രൈവറ്റ് ബോട്ട്സുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഞാൻ ഇതിനു മുന്നേ ഡൺലറിയിലെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ് യാട്ട്സൊക്കെ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ യാട്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു എൻഡിൽ. കണ്ടോ, ഇതാണ് ആ സ്ട്രെച്ച് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു മിറ്റിലില്ല, ആ മിറ്റിലിട്ടേക്കുന്നത്. അപ്പോൾ നടക്കാൻ ആക്ച്വലി ഒരു സുഖമില്ല. മിറ്റിലിൻ്റെ പുറത്താകുമ്പോൾ നമുക്ക് നടക്കുമ്പോൾ ഒരു അസ്വസ്ഥതയില്ലേ, അങ്ങനത്തെ ഒരു അസ്വസ്ഥതയുണ്ട്. കണ്ടില്ലേ, ഡൺലീരിയുടെ ആ ഒരു ടൗണിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ കാണുന്നത്. കുറേ പേരുണ്ട് ഡോഗിനെയും കൊണ്ട് നടക്കുന്നവർ, അല്ലാതെ നടക്കാൻ ഇറങ്ങിയേക്കുന്നവരൊക്കെ ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ഫുള്ള് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത് ഒത്തിരി ഉണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഒരു ഓപ്പണിങ് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കടലിൻ്റെ അങ്ങോട്ടുള്ള ഇറങ്ങാനുള്ളൊരു ഓപ്പണിങ് ഒക്കെ ആയിട്ടൊരു നടക്കാനാണെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത്രയും പാകം നടക്കാൻ പറ്റുന്നു. ഞാനാകെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല രാവിലെ, വിട്ടു പോന്നു രാവിലെ ഒന്നും കഴിക്കാതെ. പറ്റുന്നോളം നടക്കാം, പറ്റുന്നോളം നടത്തുന്നത്. കാരണം വെച്ചാൽ എനിക്ക് മറ്റേ അപ്പുറേ പിയറിൽ പോകുന്ന സമയത്ത് കാണുന്ന ആവണ്ടോ, അവിടെ ഒരു പിയറുണ്ട്. അവിടെ പോകുന്ന സമയത്ത് അവിടെ മൊത്തം ഇങ്ങനെ സിമെൻറ്റ് ഇട്ടേക്കുവാന്നേ, അപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മൊത്തം ഇങ്ങനെ മിറ്റിലായതുകൊണ്ട്, കല്ലും മിറ്റിലും ആയതുകൊണ്ട് നമ്മുടെ ഷൂസും കളയും, നമ്മളും മടുക്കും. അങ്ങനെ ഒരു ഇതാണ്. ഇത് താഴ്ഭാഗം കുഴപ്പമില്ല, താഴെ എനിക്ക് തോന്നുന്നു മിറ്റിൽ മാത്രമേ ഉള്ളൂ, കല്ലുകൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ നിറയെ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊരു ഡിസഡ്വാൻറ്റേജാണ്. സിറ്റിയുടെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഫുള്ള് കാണുന്നത്. ഇവിടുന്ന് പിടിക്കുമ്പോൾ അത്ര ഭംഗിയില്ല, പക്ഷെ മറ്റേ പേരിലാണെങ്കിൽ നല്ല രസമാണ്. സിറ്റി ഫുള്ള് എടുത്ത് കാണിക്കും, അത്ര ഭംഗിയായിട്ടത് കാണുന്നില്ല, രസമില്ല. വേണമെങ്കിൽ ഇനിയും നടക്കാം, ഒത്തിരി പറഞ്ഞില്ല കിലോമീറ്ററുകളും ഉണ്ട് നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ മടുത്തു. അവിടെ പ്രത്യേകിച്ച് ഈ വെള്ളവും ഈ ആർട്സും ഒക്കെ കാണാനുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുറേയധികം സ്റ്റെപ്സ് ഒന്നും കാണാനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ തിരിക്കുവാണ്, തിരിച്ചിട്ട് നമുക്ക് വേറെ ഒരു ലൊക്കേഷനിലേക്ക് പോകും. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിടെ സെയിലിൻ്റെ സ്കൂൾ കണ്ടില്ല, അവിടെ സ്റ്റുഡൻസ് എന്താ പരിശീലിക്കുന്നൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ട്രാവൽ ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മുടെ നാട്ടിൽ നമ്മൾ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയും പോലെ ഇവിടെ നമ്മൾക്ക് യാട്ട്സുകളുടെ സ്റ്റാൻഡ് വേണമെങ്കിൽ കാണാം. വെള്ളത്തിൽ കടലിൻ്റെ തീരത്ത് കടലിനോട് ചേർത്ത് നമുക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഫുൾ യാട്ട്സാണ്. ഒരു എത്രയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, അതുപോലെ ഫുൾ യാട്ട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഡൺലേരിയിൽ
ഏരിയ ആണ്. ഒരു കോടിക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ മുതലുകളാണ് അവിടെ കിടക്കുന്നത്. പുള്ളിയാണെങ്കിൽ കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കാണിക്കുന്നത് വിചാരിച്ചാണ്. ഓക്കെ. അപ്പോൾ തിരിച്ച് വീണ്ടും സ്റ്റേഷനിലേക്ക് എത്തിയോട്ടെ. ഞാൻ അത്യാവശ്യം അവിടെ കാണാനുള്ളതൊക്കെ കണ്ടതിന് ശേഷം ഇനി നമുക്ക് ബ്രേയിലേക്ക് ബാലൻസ് ഉള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ വഴിക്കാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 3 മിനിറ്റ്സേ ഉള്ളൂ. 3 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കുള്ള ട്രെയിൻ വരും. അപ്പോൾ ബ്രേയിൽ നമ്മൾ കാണാത്ത കാഴ്ചകൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ബ്രേ അല്ലെങ്കിൽ ഗ്രേ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ ഉള്ളതാണ് കേട്ടോ. ബ്രേക്ക് പോയ സമയത്ത് കണ്ട് കുറേ നമ്മൾ ഏരിയാസൊക്കെ കണ്ടിരുന്നു. നമ്മൾ എന്താ പറയുക, കുറേ തുരങ്കങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കുറേ തുരങ്കങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേയിലേക്ക് കടന്നു പോകുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഈ കോസ്റ്റൽ റീജിയൻസിലൂടെയും അതുപോലെ ക്ലിഫ്സിൻ്റെ ഏരിയയിലൂടെയും കടന്നു പോകുന്ന ട്രെയിനാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാത്താണ് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കഴിയും പോലെ ഇന്നും ഞാൻ കാണിക്കാം. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യും വിചാരിക്കുന്നത്. നമുക്ക് പോകാനുള്ള ട്രെയിനിൽ കയറി കേട്ടോ. ഈ സമയം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ട്രെയിനിൽ ഒരു മനുഷ്യൻ പോലുമില്ല. എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നല്ല കാലാവസ്ഥയാണ്, പക്ഷെ നല്ല തണുപ്പാണ്. എൻ്റെ സ്വരം കടിച്ചിരിക്കും അടഞ്ഞു കാര്യങ്ങൾ. അത് ഇവിടെ നല്ല കാറ്റായതുകൊണ്ടാണ്. നല്ല കാറ്റുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആക്ച്വലി. സോ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, പോയിട്ട് നമുക്ക് ബ്രെയിനുള്ള കാഴ്ചകൾ കണ്ടിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം പോരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത്ര ഒരുപാട് വീഡിയോസ് അന്ന് റെക്കോർഡ് ചെയ്യാനൊന്നും സാധിച്ചില്ല. തന്നെയല്ല, അന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ബ്രെയിൽ നല്ല പരിപാടി നടക്കുന്ന ദിവസമായതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു വീക്കെൻഡും കൂടെ ആയിരുന്നു. അപ്പം ഒരുപാട് ആളുകളുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു പകരം കൂടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മോസ്റ്റ്ലി എനിക്ക് അറിയാവുന്നതും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏരിയാസൊക്കെ ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺ ദ വേയിൽ നമുക്ക് ബ്രേയും അതുപോലെ തന്നെ കില്ലേനിയൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണക്ട് കില്ലേനിയുടെ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഭയങ്കര ലോങ് ബീച്ചാണ്. നമ്മൾ കില്ലേനി ഇറങ്ങിയാലും ഒരുപാട് പുറകോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കളി. ആക്ച്വലി നമ്മൾ മടുത്തു പോകും. അന്ന് വന്നപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആളില്ലാത്ത ദിവസമാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി നടക്കാം. നോക്കട്ടെ. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ബ്രയിൽ എത്തി കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് നടന്നിട്ട് നമ്മൾ അവിടെ നിന്നൊരു റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറം കടൽ തീരത്തിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മൾ ബ്രയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ റെയിൽവേ ക്രോസ് ജസ്റ്റ് ക്രോസ് ചെയ്തേക്കും. ഇപ്പോൾ ട്രെയിൻ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മൾ ഈ റെയിൽവേ ക്രോസിങ് കറക്റ്റ് ക്രോസ് ചെയ്തിട്ട് ഉള്ള ഭാഗമാണ് നമ്മുടെ കടൽ തീരം. നേരത്തെ പോയതാണ്, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ അന്ന് പോയത് റൈറ്റ് സൈഡിലേക്കാണ്, ക്ലിഫിൻ്റെ സൈഡിലേക്കാണ്. ഇന്ന് പോകാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാം നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ കടന്നു പോകാൻ കുറേ സമയം എടുക്കും. നമ്മളവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഓവർബ്രിഡ്ജ് ഉണ്ട് ഇവിടെ നോക്കിയത് കണ്ടത്. അപ്പം ഓവർബ്രിഡ്ജുമായിട്ട് ഞാൻ ഇറങ്ങി പോകുന്നു. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ, ട്രെയിൻ എപ്പോഴും കടന്നു പോട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പുറത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടത്തെ സൈഡിലേക്ക് നമ്മൾ മാറി ഓവർബ്രിഡ്ജ് കയറി താഴെ ഇറങ്ങാൻ പോകുന്നു കേട്ടോ.
ഭാഗമാണ് നമ്മൾ കാണുന്നത്. ക്ലിഫ് നമുക്ക് കാണാം. അതുപോലെ മല ഭാഗം അതിനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയതാണ്. എല്ലാം കണ്ടു കഴിഞ്ഞു. അങ്ങോട്ട് എന്തായാലും ഇപ്രാവശ്യം പോകുന്നില്ല, കാരണം നല്ല വലിയൊരു സ്ട്രെച്ചാണ്. സോ അങ്ങോട്ട് എന്തായാലും പോകാൻ പോകും. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വരാതിരുന്നത്. അപ്പം ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. ബീച്ച് പൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ബീച്ച് നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു ബീച്ചാണ്, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ ബീച്ചിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബീച്ചിൽ നമ്മുടെ നാട്ടിലെ ചുള്ളങ്കല്ലില്ലേ, അങ്ങനത്തെ കല്ലുകളാണ് ബീച്ചിൽ. അല്ലാതെ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെയുള്ള മണൽ ഐറ്റംസ് അല്ല ഇവിടെ ഉള്ളത്. മൊത്തം കല്ലാണ്. അപ്പം നടക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇവിടെയെങ്കിൽ കൂടിയും നല്ല രസമാണ് കേട്ടോ. നല്ല സെറ്റപ്പാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ കണ്ടില്ലേ ബീച്ചിൻ്റെ ഒരു രംഗമാണ് ഈ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഇവിടെ എന്തായാലും പോകാൻ പോകുന്നില്ല. കുറേ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഗേൾസ് ബോയ്സൊക്കെ സ്റ്റുഡൻസാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കാണാൻ കുറേ നടക്കുന്നു പറയുന്നത് കാണും. സ്റ്റേഷനിലാണെങ്കിലും അതുപോലെ ഇവിടെ ആണെങ്കിലും കുറേ പേര് കാണാൻ സാധിച്ചു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു എൻവയൺമെൻറ്റ്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ള അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഉള്ള ഫെസ്റ്റിവൽ സീസണിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലൂടെ നമ്മൾ അറിയാറുണ്ട്. അപ്പം എന്തോ അത് കണ്ടില്ല. ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് ഞാൻ വന്നേനെ, പക്ഷേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ എടുക്കുന്നതിൻ്റെ അന്നാണ് സത്യം പറഞ്ഞതിനോട് ഞാനത് കാണുന്നത്. സോ അതുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ അല്ലേ. നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. നോ പ്രോബ്ലം. ബീച്ചിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ഏരിയയിൽ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ, ഇടത് സൈഡിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെയും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ കുറേ ആർട്സുകളൊക്കെ കിടക്കുന്ന ഒരു ഏരിയ ആണ്. അത്ര ഒരു വൃത്തിയൊന്നുമില്ല ആ ഭാഗത്ത്, അത്രയൊരു രസമൊന്നുമില്ല അവിടെ കാണാൻ. പ്രത്യേകിച്ച് ചെറിയ കുറച്ച് ആർട്സുകളൊക്കെ കിടക്കുന്നുണ്ട്, അത്ര മാത്രമേ അവിടെ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. ബട്ട് എങ്കിൽ കൂടിയും അങ്ങോട്ട് ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വേഗം പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. തണുപ്പ് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അവിടെ ഒത്തിരി നേരം അങ്ങനെ നിന്നില്ല. അപ്പം ആ സ്ത്രീകൾ നടന്നു വരുന്നതിൻ്റെ ആ ഭാഗത്തോട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ആ ഹൗസിങ് ഏരിയയുടെ ഭാഗത്തിൻ്റെ മറ്റൊരു സൈഡിലേക്കാണ് പോകുന്നത്, ആ വഴി പോകുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആർട്സുകളൊക്കെ കുറച്ച് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പം എനിക്കവിടെ അത്ര വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് അവിടെ നിന്ന് പോന്നു. ആ വലത് സൈഡിൽ കാണുന്ന മാൻഷൻസ് ആണ് കേട്ടോ. ഭയങ്കര വലിയ ഹൗസസ് ആണ്. അത് ഇൻഡിവിജ്വൽ ഹൗസസ് ആണ് ആ കാണുന്നത്. ഒരുപാട് കോടിക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഹൗസസ് തന്നെയാണ് ആ കാണുന്നത്. അതുപോലെ ദൂരെ കാണുന്ന ആ ഹില്ല് ചെറുതാണെന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ അടുത്തിരിക്കുന്ന സൂമൊന്നും ചെയ്തിട്ടല്ല, വലിയ ഹില്ലാണ് ആക്ച്വലി. അതൊരു ക്ലിഫാണ്. ആ ക്ലിഫിലൂടെ 1 കിലോമീറ്ററുകൾ നമുക്ക് സഞ്ചരിക്കാവുന്ന ക്ലിഫാണത്. അപ്പം ഗ്രേ സ്റ്റോൺസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കടന്നു പോകുന്ന അതേ ക്ലിഫിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ അത്. ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. 1-2 പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട്. ഈ മലയോര റെയിൽവേ ഒക്കെ കാണാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ അത്രയും കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്ക് മതിയായി. ഞാൻ വേഗം തിരിച്ചു പോകുന്നു കേട്ടോ.